ഹായ്, ഇങ്ങനൊരു വീഡിയോ കിട്ടിയിട്ട് 2-3 ദിവസമായിരുന്നു. പിന്നെ ഈ കുട്ടികൾ വളരെ വിഷമത്തോടു കൂടി തങ്ങൾക്ക് നടന്ന ഇൻസിഡന്റ് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു വീഡിയോയും ഞാൻ കാണാനിടയായിട്ടുണ്ടായിരുന്നു. അപ്പൊ നമുക്ക് ഈ വീഡിയോ എന്താണെന്നൊന്ന് കാണാം. ലെസ്ബിയൻ ദമ്പതികളിൽ പങ്കാളിയെ കുടുംബം ബലപ്രയോഗത്തിലൂടെ തടഞ്ഞുവെച്ചെന്ന പരാതിയിൽ പോലീസ് കേസെടുത്തു. മലപ്പുറം കൊണ്ടോട്ടി സ്വദേശി ഹഫീഫയെ കുടുംബം തടഞ്ഞുവെക്കുന്ന ദൃശ്യങ്ങളും പുറത്തുവന്നു. അഫീഫ നീ പോവില്ല, അഫീഫ നീ പോവില്ല. ഹഫീഫയുടെ പങ്കാളി മലപ്പുറം സ്വദേശി സുമയ്യ ഷെരീഫിന്റെ കൂടി പരാതിയിലാണ് വൺ സ്റ്റോപ്പ് സെന്ററിൽ നിന്നുള്ളവരും മറ്റു സംഘടനകളും എത്തിയത്. ഇവർക്കൊപ്പം പങ്കാളിയെ കാണാനായി ഹഫീഫ കാറിൽ കയറുന്നത് പിതാവും മാതാവും അടക്കമുള്ള കുടുംബം തടഞ്ഞുവെക്കുന്നതിന്റെ ദൃശ്യങ്ങൾ സഹിതമുള്ള പരാതിയാണ് പോലീസിന് കൈമാറിയത്. കൊണ്ടോട്ടി പോലീസ് കേസെടുത്തതിനൊപ്പം ഹഫീഫയുടെ കുടുംബത്തോട് ഹാജരാകാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഹഫീഫയെ കുടുംബം തടഞ്ഞുവെച്ചിരിക്കുകയാണെന്ന് ആരോപിച്ച് സുമയ്യ ഷെരീഫ് ഹേബിയസ് കോർപ്പസ് ഹർജി നൽകിയിരുന്നു. വിരമിച്ച ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ പിന്തുണയോടെയാണ് തടവിൽ വെച്ചതെന്നും പരാതിയിലുണ്ടായിരുന്നു. അവളുടെ വീട്ടുകാർ അഥവാ ആളെ കണ്ടാൽ കൊണ്ടുപോയ ആൾക്കുണ്ടാവുന്ന അവസ്ഥ അവളിനോട് പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ഉസ്താദന്മാർക്ക് ഉസ്താദന്മാർക്ക് കൊണ്ടുപോകും. അവിടുത്തെ പിന്നെ ഈ അടിക്കുക ഉണ്ടല്ലോ, നമ്മൾ ഇത് കാണാൻ ഷെയ്ത്താന്മാരാണ്, മേത്ത് പിരാന്താണ് എന്നൊക്കെ പറഞ്ഞിട്ട് അടിക്കുന്ന ഓരോ ചികിത്സക്കണ്ടല്ലോ, അങ്ങനെയൊക്കെ ചെയ്യുന്നത്. അവൾക്ക് മുന്നേ അങ്ങനെ അനുഭവം ഉണ്ടായിട്ടുണ്ട് ഉസ്താദന്മാർക്ക് കൊണ്ടുപോയിട്ടൊക്കെ. കഴിഞ്ഞ 19-ന് കോടതിയിൽ ഹാജരായ ഹഫീഫ കുടുംബത്തോടൊപ്പം പോകാനാണ് താല്പര്യമെന്ന് അറിയിച്ചിരുന്നു. എന്നാൽ കുടുംബത്തിന്റെ ഭീഷണിക്ക് വഴങ്ങിയാണ് കോടതിയിൽ മൊഴി മാറ്റി നൽകിയെന്ന വാദമാണ് സുമയ്യ ഷെരീഫും സുഹൃത്തുക്കളും ഉന്നയിക്കുന്നത്. മനോരമ ന്യൂസ്, മലപ്പുറം. മനോരമയിൽ വന്ന ഒരു ന്യൂസാണ് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്തത്. വാസ്തവത്തിൽ ഈ ഒരു വിഷയം എടുക്കാനുണ്ടായ കാരണം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിനു മുമ്പ് രണ്ട് പേര് കപ്പിൾസ് തന്നെയാണ്, അവരും ഇതുപോലെ ഒരു അവസ്ഥ പാസ്സായി വരുന്നത് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ വിചാരിക്കുന്ന, അല്ലെങ്കിൽ പൊതുസമൂഹം വിചാരിക്കുന്ന ഒരു കാര്യം എന്തെന്ന് പറഞ്ഞാൽ, ഇസ്ലാം മതത്തിൽ നിന്ന് മാത്രമാണ് ഇങ്ങനെയുള്ള പെൺ സുഹൃത്തുക്കൾ വിവാഹം കഴിക്കുന്ന ഒരു ടേം ഉള്ളതെന്ന്. അങ്ങനെയല്ല. ലെസ്ബിയൻ കപ്പിൾസ് എന്ന് പറയുന്നത് എല്ലാ മതവിഭാഗത്തിലും ഉണ്ട്. പക്ഷേ ഇസ്ലാമിൽ അത് തീവ്രതയുള്ളത് കൊണ്ടും അവർക്ക് ഇത് ഉൾക്കൊള്ളാനോ മനസ്സിലാക്കാനുള്ള ജ്ഞാനക്കുറവ് കൊണ്ടുമാണ് ഇതിനെ എതിർക്കുന്നത്. മറ്റുള്ളവർ അത് അംഗീകരിച്ചു കൊടുക്കുന്നു, കാരണം അവർക്കത് മനസ്സിലാകുന്നുണ്ടോ എന്നുള്ളതാണ് വസ്തുത. ഈ വിഭാഗത്തിൽ ഏറ്റവും കൂടുതൽ വരുന്നു, അല്ലെങ്കിൽ ഇത് കൂടുതൽ മീഡിയ അറ്റൻഷൻ കിട്ടുന്നതിന്റെ റീസൺ ഇതിനെ തർക്കത്തോടു കൂടി വിലക്കുന്ന ഒരു ടേം അതിനകത്തുള്ളത് കൊണ്ടാണ്. സാധാരണഗതിയിൽ തന്നെ 16-17 വയസ്സുള്ള പെൺകുട്ടികൾക്ക് തന്നെ സ്വന്തം ഇഷ്ടപ്രകാരം വിവാഹം കഴിക്കാനുള്ള അനുമതി പോലും കൊടുക്കാത്ത ഒരു മതവിഭാഗം എങ്ങനെയാണ് ഒരു ലെസ്ബിയൻ കപ്പിളിനെ അംഗീകരിക്കുക എന്നുള്ളതാണ്. നിശ്ചയമായും ഇതൊക്കെ വൈകൃതങ്ങളാണെന്നും ജിന്നിന്റെ ഉപദ്രവമാണെന്നും ഇതൊക്കെ തന്നെ തലയ്ക്ക് സുഖമില്ലായ്മ കൊണ്ട് ചെയ്യുന്നതാണെന്നും മാത്രം കണക്കാക്കുന്ന ഒരു വിഭാഗത്തിനോട് നമുക്ക് തർക്കബുദ്ധിയോടുകൂടി പെരുമാറാനോ പറയാനോ ഒന്നും സാധിക്കത്തില്ല. ഇതിലാകെ ഒന്ന് നമുക്ക് ചെയ്യാൻ കഴിയുന്ന അവയർനെസ് കൊടുക്കുക എന്നുള്ളതാണ്. ക്രൂരമായ രീതിയിൽ പീഡിപ്പിക്കുകയും ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ വേണ്ടി ആ കുട്ടീനെ മയക്കുമരുന്ന് കൊടുക്കുകയും അവരുടെ ബന്ധുക്കളിൽ ആരോ പോലീസ് ഉദ്യോഗസ്ഥരാണെന്ന് പറയുന്നു, അവരൊക്കെ ചേർന്ന് നിർബന്ധപൂർവ്വം ചെയ്യുമ്പോൾ ഇത് നിർബാധം നടക്കുന്നതിന്റെ ഒരു രഹസ്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സാധാരണ വിവാഹം വേണ്ട എന്ന് പറയുന്ന പെൺകുട്ടിയെ നിർബന്ധപൂർവ്വം മറ്റൊരാൾക്ക് പിടിച്ച് വിവാഹം കഴിച്ച് കൊടുക്കുമ്പോൾ അവരടങ്ങിപ്പോകുന്ന ഒരു ടൈമുണ്ട്. ഇന്നൊരു പെൺകുട്ടിയുമായി സംസാരിക്കാൻ ഇടയായി. ക്ലബ് ഹൗസിൽ നടന്ന ഒരു വിഷയമാണ്. അതിൽ ഒരു പെൺകുട്ടി വന്ന് പറഞ്ഞാണ്, എനിക്ക് തീരെ ഇഷ്ടമില്ലാത്ത കാര്യങ്ങളാണ് എന്റെ വീട്ടിൽ നടക്കുന്നത്, പക്ഷെ എനിക്ക് അതിനെയൊക്കെ യോജിച്ചു പോകേണ്ട ഒരു ആവശ്യകതയുണ്ട്. എന്താണ് ആവശ്യകത? എന്റെ വ്യക്തിത്വ ബോധത്തിനേക്കാൾ, എന്റെ സെൽഫ് റെസ്പെക്ടിനേക്കാൾ ഞാൻ കുടുംബം എന്ന ഒരു വിഷയത്തിന് മൂല്യം കൊടുക്കുന്നു എന്നുള്ളതാണ്. ആ കുട്ടിയോട് എനിക്കൊന്നും പറയാനില്ല. അതേപോലുള്ള ചിന്തയുള്ള ഒരുപാട് എഡ്യൂക്കേറ്റഡ് ആയ ലേഡീസ് പോലും കുടുംബം എന്ന ഒരു വസ്തുവിലേക്ക് ചുരുങ്ങി അവരവരുടെ സെൽഫ് റെസ്പെക്ട് നഷ്ടപ്പെടുത്തുമ്പോൾ അവർ ചെയ്യുന്ന എന്താണെന്ന് അറിയാമോ? അടുത്ത തലമുറയ്ക്ക് അവരുടെ ആ സെൽഫ് റെസ്പെക്ടിനെ പോലും നശിപ്പിച്ച് കളയുന്ന വിധത്തിലുള്ള ആക്ടാണ് അവരത് ചെയ്യുന്നത്. തന്റെ അഭിമാന ബോധം നഷ്ടപ്പെട്ടാലും ഒന്നുമില്ല, തന്റെ അഭിമാനത്തിന് എന്തെങ്കിലും കോട്ടം വന്നാലും കുഴപ്പമില്ല, കുടുംബം നിലനിൽക്കട്ടെ എന്ന് കരുതുന്ന പെൺകുട്ടികളോടാണ് നിങ്ങൾ നശിപ്പിക്കുന്നത് അടുത്ത തലമുറയുടെ അഭിമാനം കൂടിയാണ് എന്നുള്ളത് മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഇതിനകത്ത് എനിക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. യാഥാസ്ഥിതിക കുടുംബത്തിൽ ജനിച്ച ഒരാൾക്കും ഇത്തരം ഒരു ആറ്റിറ്റ്യൂഡ് അംഗീകരിക്കാനാവില്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. പക്ഷേ അപ്പോഴും ഇന്നത്തെ കാലഘട്ടത്തിൽ ഇങ്ങനെ കുറെ മനുഷ്യർ ഇവിടെ ഉണ്ടെന്നും ഇങ്ങനെ ഒരു വിഭാഗം ഇവിടെ ഉണ്ടെന്നും ഈ വിഭാഗക്കാരെ നമ്മൾ അവരായി തന്നെ ഉൾക്കൊള്ളുകയും അംഗീകരിക്കുകയും ചെയ്താൽ ഒരുപക്ഷെ നിർബന്ധിതമായി പിടിച്ച് കെട്ടിച്ചു കൊടുക്കുന്നതിന്റെ ആഫ്റ്റർ എഫക്റ്റായി നടക്കുന്ന അരാജകത്വങ്ങൾ, അതായത് 2 കുഞ്ഞുങ്ങൾ ഉണ്ടാവുക, അതിനുശേഷം ഉപേക്ഷിച്ചിട്ട് ഇറങ്ങി ഓടുക, അങ്ങനെ കുറെ ലെങ്തി ആയിട്ടുള്ള കുറെ അധികം ഈ പറയുന്ന നമുക്ക് ഉൾക്കൊള്ളാനാകാത്ത രീതിയിലുള്ള പ്രോസസ്സുകൾ നടക്കുന്നതിന്റെ റീസൺ ഇവർക്ക് അത് ഉൾക്കൊള്ളാൻ കഴിയില്ല എന്നുള്ളതാണ്.
അത് മനസ്സിലാക്കുക. നമുക്ക് ഉൾക്കൊള്ളാനാകാത്തത് കൊണ്ട് ഒരു വ്യക്തിയുടെ ജീവിതത്തിലേക്ക് ഇടിച്ചു കയറി അവരുടെ സ്വാതന്ത്ര്യം ഹനിക്കപ്പെടുന്ന രീതിയിൽ അവരെ പിടിച്ചു കെട്ടി മറ്റൊരു വിവാഹത്തിന് നിർബന്ധിക്കുകയും അല്ലെങ്കിൽ ജിന്നു കയറിയതാണ് ഇത് ഇങ്ങനെയല്ല എന്നൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോൾ ശരിക്കും ഇവിടെ അവയർനെസ് ക്ലാസ് എടുക്കേണ്ടത് മാതാപിതാക്കൾക്കാണെന്നുള്ളതാണ് വസ്തുത. അതേസമയം ഇങ്ങനെയുള്ളൊരു വിഷു നമുക്ക് ചുറ്റും എവിടെയെങ്കിലും നടക്കുന്നുണ്ടെങ്കിൽ പറ്റുമെങ്കിൽ പോസിബിൾ ആണോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല, സഹവർത്തിത്വം അല്ലെങ്കിൽ നമ്മളെ കൂടെ നിൽക്കുന്നവരോട് നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഈ ഒരു വിഭാഗം വളരെ കോംപ്ലിക്കേറ്റഡ് ആണ്. ഇവരുടെ ഇൻഡെപ്തിലുള്ള സ്റ്റോറീസ് ഒന്നും എനിക്ക് അത്ര കാര്യമായി അറിയില്ല. കൂടെ ഇരിക്കുന്നവർ ഡിസ്കസ് ചെയ്യുന്നത് കേൾക്കാം. എനിക്കിപ്പോഴും കൗതുകം തീർന്നിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. LGBTQ കമ്മ്യൂണിറ്റിയിൽ എന്താണ് സംഭവിക്കുന്നത്, അവരുടെ മനസ്സെന്താണ്, അവരുടെ പ്രവർത്തനങ്ങൾ എന്താണ് എന്നുള്ളതൊന്നും വ്യക്തമായ ധാരണയില്ലാത്തത് കൊണ്ട് അതിന്റെ ഇൻഡെപ്തിലുള്ള ഇതിലേക്ക് ഞാൻ പോകുന്നില്ല. എനിക്ക് ഒന്ന് മാത്രം മനസ്സിലാകുന്നുണ്ട്, ഹോർമോൺ ഇൻബാലൻസ് കൊണ്ടാണ് ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകുന്നതെന്ന് മനസ്സിലാകുന്നു. ഇപ്പോ അവർക്ക് ഇഷ്ടമുള്ള ഒരു പങ്കാളി ഇതാണെങ്കിൽ അവരെ അങ്ങനെ ജീവിക്കാൻ വിട്ടുകൂടെ എന്നുള്ളതാണ് ചോദ്യം. ഈ സമൂഹത്തിനെ ഇങ്ങനെ അഡ്രസ്സ് ചെയ്യപ്പെടേണ്ടി വരുന്നതിന്റെ റീസൺ ഈ സമൂഹത്തിൽ ഇത്രയധികം ഈ ഉൾക്കൊള്ളാൻ ഉള്ള ആ മാനസിക ബുദ്ധിമുട്ട് അവർക്ക് കൂടുതൽ ഉള്ളത് കൊണ്ടാണ്. ഉൾക്കൊള്ളുക എന്നുള്ളതാണ്, മറ്റുള്ളവരെ അനുസരിക്കുക എന്നല്ല, മറ്റുള്ളവരെ മനസ്സിലാക്കുക എന്നുള്ളതാണ് ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ പേരൻസ് തീർച്ചയായിട്ടും യാഥാസ്ഥിക കുടുംബക്കാരാണ്, അവർക്കിത് ഉൾക്കൊള്ളാനാകത്തില്ല. അവരിത് ഒരു കാരണവശാലും അങ്ങനെ ഒരു ആക്സെപ്റ്റൻസ് അവരുടെ കയ്യിൽ ഉണ്ടാകില്ല. പക്ഷെ പെൺകുട്ടിയെ തിരിച്ചു കൊണ്ടുവരാൻ അല്ലെങ്കിൽ തിരിച്ച് അവളെ മറ്റൊരു ജീവിതത്തിലേക്ക് നയിക്കാൻ വേണ്ടിയിട്ട് ഇത്തരം ക്രൂരകൃത്യം കുട്ടിയോട് ചെയ്യുന്നതും ഉൾക്കൊള്ളാനാകത്തില്ല. അപ്പൊ ബോത്ത് സൈഡിൽ നമുക്ക് അവരവരുടെ ന്യായങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ രണ്ടും പറയാനൊക്കില്ല എങ്കിലും നിശ്ചയമായും ഇതിനെ ഒരു സ്റ്റഡി ക്ലാസ് വെക്കുകയോ അല്ലെങ്കിൽ അവയർനെസ് കൊടുക്കുകയാണ് വേണ്ടത്. നമ്മൾ പറയുന്നതിനേക്കാൾ കൂടുതൽ മത അധ്യക്ഷന്മാർ അല്ല മതമേലാധികാരികളെ കൊണ്ട് അവർക്ക് ഈ അവയർനെസ് കൊടുത്താൽ ഒരു പക്ഷെ അവരിത് കാമായി അവർക്ക് പറഞ്ഞു കൊടുത്താൽ ഉൾക്കൊള്ളുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇതിൽ പ്രത്യേകിച്ച് തെറ്റൊന്നും കാണേണ്ടതില്ല. മതത്തിനെതിരാണെന്നോ അല്ലെങ്കിൽ മതബോധത്തിനെതിരാണെന്നോ അങ്ങനെയൊക്കെ കുറേയധികം കാൽക്കുലേഷൻസ് വരുന്ന ഒരു സാഹചര്യത്തിൽ നമ്മൾ അപരവൽക്കരിക്കപ്പെടും എന്നതിനപ്പുറം വാസ്തവത്തിൽ ഇത് ലോകം അക്സെപ്റ്റ് ചെയ്ത ഒരു അവസ്ഥ തന്നെയാണ്. ഈ LGBTQ കമ്മ്യൂണിറ്റിയെ ലോകം മുഴുവൻ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ കേരളത്തിലുള്ളവർ കുറച്ചുകൂടെ സഹിഷ്ണുതയോടെ അവരോട് പെരുമാറുന്നുമുണ്ട്. ഇനിയും അവരെ ക്രൂശിക്കുന്നതായി നിങ്ങൾ നിങ്ങളുടെ സമൂഹത്തെ ക്രൂശിക്കാതിരിക്കുക. മറ്റു മതവിഭാഗങ്ങൾ ഇത് അംഗീകരിക്കുകയും അതിൽ തർക്കബുദ്ധി കാണിക്കാതെ അവരെ അവരുടെ ജീവിതം ജീവിക്കാൻ വിടുകയും ചെയ്യുമ്പോൾ നിങ്ങൾ നിർബന്ധപൂർവ്വം ഗോത്രീയത കാണിച്ച് അവരെ ഇങ്ങനെ ഇൻസൾട്ട് ചെയ്യുന്നതിനോട് ഒന്നും പറയാനില്ല. വാസ്തവത്തിൽ വളരെ ശോകമായ ഒരു അന്തരീക്ഷം പോകില്ല എന്ന ധാർഷ്ട്യത്തോടു കൂടിയുള്ള ഒരു പെണ്ണിന്റെ ആ വാണിംഗ് തന്നെ മറ്റൊരാളുടെ ജീവിതത്തിലേക്ക് ആ പറയുന്ന ആ ഒരു വേർഡ്, അവൾക്ക് അവളുടേതായ തീരുമാനങ്ങളുണ്ട്, അവൾക്ക് അവളുടേതായ വ്യക്തിത്വമുണ്ട്. ആ വ്യക്തിത്വത്തിനെ അംഗീകരിക്കാതെ ആ കുട്ടിയെ അങ്ങനെ ഒരു സിറ്റുവേഷനിലേക്ക് തള്ളിവിട്ടുകൊണ്ട് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലേക്ക് വന്ന് അവൾ സഹായം അഭ്യർത്ഥിക്കുന്നതും ഈ കാര്യങ്ങൾ വെളിപ്പെടുത്തുന്നതുമായ ഒരു അവസരം വരുമ്പോൾ അങ്ങനെ ഒരു നാണക്കേട്, വളരെ ചെറുതായി ഉണ്ടാകാൻ വേണ്ടിയിരുന്ന ഒരു വിഷമം അല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ട്, അത് നിങ്ങൾക്ക് ഇത്രയും വലുതായി അനുഭവിക്കേണ്ടി വരുന്നു എന്നുള്ളതാണ്. ആ ചെറിയ രീതിയിൽ അതിനെ ഉൾക്കൊള്ളുകയും അക്സെപ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നുവെങ്കിൽ നിങ്ങൾക്ക് ഇത്രയും വലിയ വിഷമം വരത്തില്ലായിരുന്നു. ചിലരങ്ങനെയാണ്, ഞങ്ങളുടെ കുഞ്ഞ് മരിച്ചു പോയാലും കുഴപ്പമില്ല, താഴ്ന്ന ജാതിക്കാരനൊപ്പം പോകരുത്, ഞങ്ങളുടെ കുഞ്ഞ് ഇല്ലാതായാലും കുഴപ്പമില്ല, പക്ഷെ അവൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ അവൾ മറ്റൊരു ജീവിതം, ഞങ്ങൾക്ക് ഇഷ്ടമില്ലാത്തൊരു ജീവിതം അവൾ തിരഞ്ഞെടുക്കാൻ പാടില്ല എന്ന് പറയുന്നു. നിങ്ങളല്ലല്ലോ ജീവിക്കുന്നത് ആ കുട്ടിയല്ലേ. നമ്മളുടെ കുഞ്ഞുങ്ങളായാലും നമുക്ക് ചുറ്റുമുള്ളവരായാലും അവരവരുടെ സെലക്ഷന് ആദ്യ പ്രിയോറിറ്റി കൊടുക്കുക. നമ്മൾ സെക്കൻഡായിട്ടൊരു ഓപ്ഷനെ പറയാൻ പാടുള്ളൂ. ഓപ്ഷൻ മാത്രമല്ല, നമ്മൾ സജഷനാണ് പറയുക. ഇങ്ങനെ ഒരു സജഷൻ ഉണ്ട് എന്നാണ് പറയുക. അതിനപ്പുറം നമുക്ക് മറ്റുള്ള ഒരാളുടെയും ജീവിതത്തിൽ കൈകടത്താനുള്ള അധികാരമില്ല എന്ന് എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ടെന്ന് അറിയത്തില്ല. ഈ ഒരു വിഷയത്തിൽ ആ അമ്മയും അച്ഛനും യാഥാസ്ഥിതികരായതുകൊണ്ട് മാത്രം ഇതിനെ അഡ്രസ് ചെയ്യുന്നു. അല്ലാത്ത പക്ഷം എനിക്ക് തോന്നുന്നില്ല കുറച്ച് ബോധവും വിവരമുള്ളവർ ഇതിനെ എതിർക്കാൻ പോവില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പോഴും ഞാൻ പറയുന്നു, നിങ്ങളുടെ വീട്ടിലാർക്കെങ്കിലും ഇങ്ങനൊരു അവസ്ഥയുണ്ടെങ്കിൽ അവരെ തള്ളിപ്പറയാനും അവർക്ക് ബോധമില്ലെന്ന് പറയാനും അവരെ ഒറ്റപ്പെടുത്തുന്നതിന് താൻ ശ്രമിക്കുന്നതിന് പകരം അവരെ ഉൾക്കൊള്ളുക, അവർക്ക് സ്പേസ് കൊടുക്കുക, അവരെ അംഗീകരിക്കുക, അവർക്ക് വേണ്ട സപ്പോർട്ട് ചെയ്തു കൊടുത്താൽ അവർ മറ്റു മനുഷ്യരെ പോലെ, അതായത് നമ്മളുടെ ഇതൊന്നുമില്ലാതെ ഉള്ള കുട്ടികളെ പോലെ തന്നെ അവരും വന്ന് നമുക്കൊപ്പം നിൽക്കും. എൻഡ് ഓഫ് ദ ഡേ നമ്മൾ പ്രസവിച്ച നമ്മുടെ കുഞ്ഞുങ്ങൾ തന്നെയല്ലേ അത്. അതിനകത്ത് ഇനി ഒരു സെപ്പറേഷനോ മറ്റൊരു നീക്കി നിർത്തലോ നിങ്ങൾ ചെയ്തത് കൊണ്ട് മാത്രം അവർ മറ്റൊന്ന് മാറി ചിന്തിക്കുമെന്നും മാറി പറയുമെന്നും തെറ്റിദ്ധരിക്കാതിരിക്കുക.
ദയവ് ചെയ്ത് മനസ്സിലാക്കിയ ഒരു അവസ്ഥയാണ് ഇത്. ഹോർമോൺ ഇൻബാലൻസ് കൊണ്ട് വരുന്നതാണ്. അത് നമ്മൾ മനസ്സിലാക്കുക, അല്ലാതെ വേറെ മാർഗമില്ല. എന്റെ മകനോ എന്റെ മകൾക്കോ എന്റെ ചെറു കുഞ്ഞുങ്ങൾക്കോ ഇങ്ങനെ ഒരു അവസ്ഥയുണ്ടായാൽ അത് ഉൾക്കൊള്ളാനും അവരെ പറഞ്ഞ് മനസ്സിലാക്കാനും അക്സെപ്റ്റ് ചെയ്യാൻ പറയാനും എനിക്ക് സാധിക്കും. അത് എന്റെ ഭയങ്കര ബോധ നിലവാരം കൊണ്ടല്ല, ഇങ്ങനൊരു വിഭാഗം ഈ ലോകത്തുണ്ട് എന്നുള്ള തിരിച്ചറിവാണ്. ആ തിരിച്ചറിവ് ഓരോരുത്തരിലേക്കും എത്താനും സഹായിക്കുക. മാക്സിമം എല്ലാവരോടും പരസ്പരമെങ്കിലും പറയുക, ഇങ്ങനൊരു വിഭാഗമുണ്ട്, അവരെ നമ്മൾ അംഗീകരിക്കണം. അത് നമ്മുടെ വീട്ടിലെ കുട്ടിയാണെങ്കിൽ അംഗീകരിക്കുകയും സപ്പോർട്ട് ചെയ്യുകയും ചെയ്താൽ അവരനുഭവിക്കുന്ന ആ കഷ്ടപ്പാടിനൊരു അറുതി വരും. നമ്മൾ അവരെ ഉപേക്ഷിക്കുകയും അവരെ ഒറ്റപ്പെടുത്തുകയും അവരെ ആക്രമിക്കാൻ ശ്രമിക്കുകയും ചെയ്യുമ്പോൾ അവർക്ക് നഷ്ടപ്പെടുന്നത് സാധാരണ ജീവിതമാണ്. അത് നമ്മളായി നശിപ്പിക്കാതിരിക്കാൻ ശ്രമിക്കുക. ഇത് ഒരു അവസ്ഥയാണ്. വീണ്ടും എടുത്തു പറയുന്നു, അവരുടെ മനസ്സിൽ മറ്റൊരു സ്പേസ് ഇല്ല. മറ്റൊരാളുമായിട്ടുള്ളൊരു വിവാഹം, അങ്ങനെ ഒരു ലൈഫ് അവരെ കൊണ്ട് പറ്റില്ല. ഇത് ആദ്യം തന്നെ പറയാം, ഒരാളുടെ ജീവിതം എന്ന് പറയുന്നത് വിവാഹമാണ്. വിവാഹത്തിലേക്ക് നയിക്കുക എന്നുള്ളതാണ് ഓരോ പെൺകുട്ടികളെ അവർ ചെയ്യുന്നത്. ഒരു പെൺകുഞ്ഞ് ജനിച്ചാൽ വിവാഹം കഴിക്കുക എന്നുള്ള ടേണിലാണ് അതിനെ വളർത്തിക്കൊണ്ടുവരുന്നത്. അങ്ങനെയല്ലാതെ അവൾക്ക് ജീവിക്കാനായി എല്ലാ ഇതും ചെയ്തു കൊടുക്കുകയും അവളെ ജീവിക്കാൻ അനുവദിക്കുകയും ചെയ്യുകയാണ് വേണ്ടത്. ഓരോ പേരൻസും അങ്ങനെയാണ് ചെയ്യേണ്ടത്. ഇത് മതബോധമല്ല. നിശ്ചയമായും സമൂഹം അവരോട് കാണിക്കുന്ന ഒരു അപരവൽക്കരണം, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു അവസ്ഥയിലുള്ള ഒരു പേരൻസിനോട് സമൂഹം കാണിക്കുന്ന ഒരു വിമുഖതയാണ് ഇതിന് കാരണം. നമ്മൾ ഓരോരുത്തരും കാരണക്കാരാണ്. ഇപ്പൊ എന്റെ വീട്ടിൽ, എന്റെ കുടുംബത്തിൽ, അല്ലെങ്കിൽ എന്റെ അയൽപക്കത്ത് ഒരു കുട്ടിക്ക് ഇങ്ങനെ ഒരു ഇൻസിഡന്റ് ഉണ്ടായാൽ അവരെ കളിയാക്കാനും അവരെ ഒറ്റപ്പെടുത്താനും അവരോട് മറ്റുള്ളത് പറഞ്ഞു കൊടുത്ത് അവരെ ഇതിൽ നിന്ന് മാറ്റി നിർത്താനും ശ്രമിക്കുന്നതിന് പകരം അവരെ കൂടെ പറയുക, ഇങ്ങനൊരു അവസ്ഥയുണ്ട്, അത് നമ്മൾ മനസ്സിലാക്കി അവരെ നമ്മൾ സപ്പോർട്ട് ചെയ്യുകയും സഹകരിക്കുകയുമാണ് വേണ്ടത് എന്ന് പറഞ്ഞു കൊടുക്കാനുള്ള മാനസിക വലിപ്പം ഇവിടെ മറ്റു മനുഷ്യർക്ക് ഉണ്ടാകുമ്പോൾ ഈ പ്രശ്നത്തിന് സോൾവ് ഉണ്ടാകും എന്നുള്ളതാണ്. വളരെ ഖേദമുണ്ട്. ഈ ഒരു സബ്ജക്റ്റ് എനിക്ക് എടുക്കാൻ താല്പര്യമില്ലാതിരുന്നു, പക്ഷേ ഇത് പറയണമെന്ന് തോന്നി, അതുകൊണ്ട് മാത്രം. താങ്ക് യു സോ മച്ച്.